കോട്ടയം നഗരത്തിന് 5 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. ക്ഷേത്രസങ്കേതത്തിന്റെ കാലപ്പഴക്കം 1500 മുതൽ 2000 വർഷം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമ മഹർഷി സ്വയം നിർമ്മിച്ച 108 ശിവക്ഷേത്രങ്ങളിലും 108 ദുർഗാക്ഷേത്രങ്ങളിലും അവസാനത്തേതാണ് കുമാരനെല്ലൂർ ദേവീക്ഷേത്രം എന്നാണ് സങ്കല്പം. സർവേശ്വരി ദുരിതനാശിനി സൗമ്യശീലേ ജഗദംബെ പരമപാവന പുണ്യമൂർത്തേ പാദപങ്കജദ്വയം നമിക്കുന്നേൻ ദേവി തവ സുപ്രഭാതം. തവ സുപ്രഭാത മന്ത്ര മധ്യാന്തരാളേ മഹിഷാസുരമർദിനി ദിവ്യമൂർത്തേ വന്ദനം. ചേരമാൻ പെരുമാൾ വേദഗിരിയിൽ നിന്നും വീണ്ടെടുത്ത അഞ്ജനശിലയിലാണ് ഇന്നും ദേവിയെ ആരാധിക്കുന്നത്. ഈ ശിലാരൂപം പരശുരാമൻ സ്വയം നിർമ്മിച്ചതും 1000 വർഷം ദേവിയെ പൂജിച്ച വിഗ്രഹമാണെന്നും വിശ്വസിക്കുന്നു. മധുരയിൽ ഭഗവാൻ പരമശിവന്റെ അവതാരമായ സുന്ദരേശ്വര സമേതയായാണ് പാർവതീഭാവത്തിൽ ദേവി അരുളുന്നത്. എന്നാൽ കുമാരനെല്ലൂരിൽ പരാശക്തിയും ദുർഗയും ചേർന്ന കാർത്യായനി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ശ്രീചക്രത്തിന്റെ മാതൃകയിലുള്ള ക്ഷേത്രമാണ് കുമാരനെല്ലൂരിലേത്. ശങ്കരാചാര്യർ ദേവിയെ ആരാധിക്കുന്നതിനായി അംഗീകരിച്ച സംവിധാനം ചെയ്ത ഭാരതത്തിലെ 5-ൽ 1 ക്ഷേത്രവും കുമാരനെല്ലൂർ ക്ഷേത്രമാണ്. ക്ഷേത്ര ചടങ്ങുകളിൽ പിടിയാനകളെ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചു വരുന്നത്. കൂടാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ദേവിക്ക് മഞ്ഞൾ അഭിഷേകം നടത്തുകയും ആ മഞ്ഞൾ ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്നു. പഞ്ചഗവ്യമാണ് ഉച്ചപൂജയുടെ പ്രസാദം. മറ്റു ക്ഷേത്രങ്ങളിൽ സന്ധ്യാസമയത്ത് നടത്തുന്ന ദീപാരാധന കുമാരനെല്ലൂരിൽ മാത്രം അത്താഴ പൂജയ്ക്ക് ശേഷം വൈകിട്ട് 7:30-ക്കാണ് നടത്തുന്നത്. ഇതിന് കാരണം വിശ്വത്തിലെ സകല ദേവീദേവന്മാരും ത്രിപുരസുന്ദരിയായ ദേവിയുടെ ദീപാരാധനയിൽ പങ്കുകൊള്ളുവാൻ ഇവിടെ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ്. രാവിലെ മുതൽ ഉച്ചവരെ 4 പൂജകളും വൈകുന്നേരം 1 പൂജയും കൂടാതെ 3 ശ്രീബലിയും അടങ്ങുന്നതാണ് ഇവിടുത്തെ പൂജാവിധികൾ. ഓരോ പൂജയിലും ഓരോ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഉഷപൂജയിൽ സരസ്വതിയായി ആരാധിക്കുമ്പോൾ എതിർത്ത പൂജയിൽ ദേവി ലക്ഷ്മിയാകുന്നു. പന്തിരടി പൂജയിൽ പാർവതീഭാവത്തിലാണ് ദേവിക്ക് പൂജ ചെയ്യുന്നത്. ഉച്ചപൂജയിലാകട്ടെ ദുർഗയായും അത്താഴ പൂജയിൽ വനദുർഗയായും പൂജിക്കുന്നു. 4 ഗോപുരങ്ങളുള്ള വിശാലമായ മതിൽക്കെട്ടോടു കൂടിയ ക്ഷേത്രസങ്കേതമാണ് കുമാരനെല്ലൂരിലേത്. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് സിംഹവാഹനവുമായി സ്വർണപ്രഭ ചൊരിയുന്ന ഉയർന്നു നിൽക്കുന്ന കൊടിമരമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേതുപോലെ ബലിക്കൽപുരയിലെ തൂണിനോട് ചേർന്ന് ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ദേവിയുടെ വലതുഭാഗത്തെ ശ്രീകോവിലിൽ ഉമാപതിയായ ശ്രീ പരമേശ്വരനാണ് ഇരിക്കുന്നത്. ദേവിക്കായി ക്ഷേത്രം ഉയരും മുൻപേ ശിവപൂജ ചെയ്തിരുന്നുവെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ഭൂമിയുടെ ഉടമ എന്ന ബഹുമാനത്തിലൂടെ ദർശനക്രമം അനുസരിച്ച് ശിവനെയാണ് ആദ്യം ദർശിക്കേണ്ടത്. രണ്ടാമതായി ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ തെക്കു പടിഞ്ഞാറ് തൂണിൽ ശാസ്താവിനെ വന്ദിക്കണം. ശബരിമലയിലെ ശാസ്താവ് മണികണ്ഠനാണെന്ന് അറിയാമല്ലോ. കുമാരനെല്ലൂരിലെ ശാസ്താവ് മണിഭൂഷണ സങ്കല്പത്തിലാണ് ഇവിടെ വാണരുളുന്നത്. മൂന്നാമതായാണ് കാർത്യായനി ദേവിയുടെ ഊഴം. ചെമ്പോലമേഞ്ഞും ചിത്രാലങ്കൃതവുമായ വട്ടശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ അഞ്ജനശിലയിൽ ആദിപരാശക്തി ശംഖും സുദർശന ചക്രവുമേന്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ചേരുമ്പോൾ ദേവി സിംഹാസനസ്ഥയാണെന്ന് ഭക്തന് തോന്നും. മധുരയിൽ
മധുര മീനാക്ഷിയെ ഭജിച്ചിരുന്ന പൂജാരിയെ ഒരിക്കൽ അവിടുത്തെ രാജാവ് മോഷണക്കുറ്റം ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയും അർദ്ധരാത്രിയിൽ ദേവി സുന്ദരിയായ യുവതിയുടെ സ്വപ്നദർശനത്തിലൂടെ പൂജാരിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടോടിയ പൂജാരിക്ക് മുന്നിൽ ദേവി വഴികാട്ടിയായി വരികയും പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്രസങ്കേതത്തിലെത്തി പൂജാരിക്ക് വിശ്രമം അനുവദിക്കുകയും ചെയ്തു. ഉറക്കത്തിൽ നിന്നുണർന്ന പൂജാരി കാണുന്നത് ദേവി സ്വയമേ ശ്രീകോവിലിൽ ഉപവിഷ്ടയായിരിക്കുന്നതായിട്ടാണ്. ചേരമാൻ പെരുമാൾ കേരളത്തിൽ സുബ്രഹ്മണ്യന് വേണ്ടി പണി കഴിപ്പിച്ച ശ്രീകോവിലാണ് മധുരയിൽ നിന്നെത്തിയ കാർത്യായനി ദേവി സ്വയം കുടികൊണ്ടത്. കുമാരനല്ല, ഊർ എനിക്കാണ് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ക്ഷേത്രകോവിലിന് ഇരുവശത്തും കാവൽ നിൽക്കുന്നത് ദ്വാരപാലകന്മാരല്ല, മറിച്ച് ദ്വാരകാളിമാരാണ്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ആലിംഗൽ ഭഗവതി എന്ന ഭാവത്തിൽ ഒരാൽച്ചുവട്ടിൽ ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനു പിറകിലായി രക്ഷസും. മതിലിന് പുറത്ത് വടക്കു ഭാഗത്താണ് സർപ്പസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കടിയക്കോൽ ഇല്ലത്തിനാണ് ക്ഷേത്രത്തിന്റെ തന്ത്ര ചുമതല. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ഒട്ടും താമസം കൂടാതെ നടപ്പിലാക്കിയത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിനരികിൽ 24 തിരികളോടെ ഒരു ഭദ്രദീപം പ്രകാശിച്ചു നിൽക്കുന്നു. മീനച്ചിലാറിലൂടെയുള്ള ദേവിയുടെ ഊരുവലമാണ് ഉത്രിട്ടാതി ഊരുചുറ്റി വള്ളംകളി എന്ന ജലഘോഷയാത്ര. കുമാരനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങളെയും കഥകളെയും യുക്തി കൊണ്ടളക്കുക അസാധ്യമാണ്. ദേവിക്കായി ചേരമാൻ പെരുമാൾ ആദ്യം പണി കഴിപ്പിച്ചത് വൈക്കത്ത് ഉദയനാപുരം എന്ന സ്ഥലത്തുള്ള ക്ഷേത്രസങ്കേതമായിരുന്നു. എന്നാൽ ദേവി മധുരയിൽ നിന്ന് വന്നതും കുമാരന് വേണ്ടി പണികഴിപ്പിച്ച ക്ഷേത്രസങ്കേതത്തിൽ കുടികൊള്ളുകയായിരുന്നു. അതിനാൽ ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട കാർത്തികേയനെ ഉദയനാപുരത്ത് ദേവിക്കായി പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഉദയനാപുരത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് തെക്കുഭാഗത്തായി ഭഗവതിയെ തൂണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. ഭക്തിക്കുള്ള അത്രയും പ്രാധാന്യം അതേ തൂക്കത്തിൽ തന്നെ ക്ഷേത്രം വിദ്യാഭ്യാസത്തിന് നൽകി പോരുന്നു. 600ഓളം കുട്ടികളും 50ലധികം അധ്യാപകരുമായി പ്രവർത്തിക്കുന്ന ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്ഷേത്രത്തിനോട് തൊട്ടുചേർന്ന് പ്രവർത്തിക്കുന്നു. ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള കൊട്ടാരം മാളികയിൽ കുട്ടികൾക്കായി ചെണ്ടമേള പരിശീലനവും നൽകി വരുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് ദേവിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കാർത്തിക മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഇതിന്റെ 9ാം നാൾ കാർത്തിക നക്ഷത്രത്തിൽ വിശ്വപ്രസിദ്ധമായ കുമാരനല്ലൂർ തൃക്കാർത്തിക ആഘോഷിക്കുന്നു. ഉത്സവം 10 ദിവസമാണെങ്കിലും കാർത്തിക കൊട്ടിക്കലാശിക്കുന്നത് 9ാം ദിവസമാണ്. 10 ദിവസവും ആറാട്ട് നടത്തുന്നു എന്ന പ്രത്യേകതയും ഈ ഉത്സവത്തിനുണ്ട്. ഇരു കൈകളും നീട്ടി തന്നെയും തന്റെ ആശ്രിതനായ പൂജാരിയെയും സ്വീകരിച്ച ഒരു ദേശത്തെയും ജനങ്ങളെയും 4 തൃക്കരങ്ങളും കൊണ്ട് അമ്മ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്നു. ക്ഷേത്ര സംബന്ധിയായ കൂടുതൽ വിശേഷങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.